നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനും കേരള പോലീസിന്റെ DDAD എത്തുകയാണ്. സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ് ആണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുന്നത്. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ഓൺലൈൻ ഗെയിം ആസക്തി, അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, വ്യാജ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ പണം നഷ്ടപ്പെടുന്നത് തുടങ്ങിയവ കൗൺസിലിംഗിലൂടെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, തൃശൂർ ജില്ലകളിലാണ് ആദ്യം സെന്ററുകൾ തുടങ്ങുന്നത്. ഡിജിറ്റൽ ആസക്തിയുള്ള 18 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന്റെ ഭാഗമായി സൗജന്യ കൗൺസിലിംഗ് നൽകും. രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി നേരിട്ടെത്തി പ്രശ്നപരിഹാരം തേടാം. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തിയും കൗൺസിലിംഗ് നൽകും. സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം തിരിച്ചറിയുന്നതിന് രക്ഷിതാക്കളെ പ്രാപ്തരാക്കും. ഇതിനായി DSafe എന്ന ഡിജിറ്റൽ ടൂൾ കിറ്റും ഒരുക്കി. കൗൺസിലിംഗിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടും. കൗൺസിലിംഗിനായി എത്തുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കും. എല്ലാ DDAD സെന്ററുകളിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും പ്രോജക്ട് കോർഡിനേറ്ററും ഉണ്ടാകും. ഇതിനു പുറമെ ഒരു പോലീസ് കോർഡിനേറ്ററും ഉണ്ടാകും. ASPമാർക്കാണ് ജില്ലകളിൽ പദ്ധതിയുടെ ചുമതല. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മുതൽ 5 വരെ സെന്ററിലൂടെ സേവനം ലഭിക്കും. 5 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് സെന്ററുകളിൽ സൗകര്യമൊരുക്കിയത്. പോലീസിന്റെ ചിരി പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇതിനും ഉപയോഗിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തിന് ശേഷം കുട്ടികളിൽ ഡിജിറ്റൽ ആസക്തി വർദ്ധിച്ചതോടെയാണ് പോലീസ് ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചത്. ഫെബ്രുവരിയിൽ DDAD സെന്ററുകളുടെ ഉദ്ഘാടനം നടക്കും. സുരക്ഷിതമായ ഉപയോഗത്തിലൂടെ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാനും ഡിജിറ്റൽ ആസക്തിയിൽ നിന്ന് വിമുക്തരാക്കി പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാനും ഇതിലൂടെ കഴിയും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.